ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇല്ലെന്നറിയോ, പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ള കേട്ടോ. പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലൊരു തട്ടടൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചായ പിടിക്കാനും കടി കഴിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ചായ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ തൊട്ടടുത്ത് നമ്മൾ പോത്തിനെ കണ്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞതാ. നമ്മുടെ പോത്ത് മഴയത്ത് ഇങ്ങനെ നല്ല നീരാടുന്നുണ്ടാ. ഇവിടെ ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് ആ സൈഡിൽ. അതിനകത്തെല്ലാം കുളിച്ച് മതിമറന്ന് ജീവിക്കാൻ കേട്ടോ. അതുപോലെ നമ്മുടെ പോത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോത്ത് തന്നെ പേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാർ എന്താ പറയുക, അത് ശരിയല്ല, കുറച്ച് നല്ല പേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞൊരു പേരുണ്ട്, ബിലാൽ. അപ്പോൾ നമുക്ക് ബിലാലിന് പേരിടാം പോത്തിന്, അല്ലേ? പോത്തിൻ്റെ പേര് ബിലാൽ ജോൺ കുരിശിങ്കൽ. നല്ല കുട്ടപ്പനാകുന്നുണ്ടേ. അതേപോലെ കുറേ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ പോത്തിൻ്റെ കാര്യത്തിൽ. കണ്ടാ നമ്മുടെ ഭീമൻ എണീറ്റ്. അതുപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ മെക്സിക്കൻ കിങ് സ്നേക്കിൻ്റെ മെക്സിക്കൻ കിങ് സ്നേക്കിന് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുത് മുന്നേ നമ്മുടെ അടുത്തൊരു വലുതുണ്ടായിരുന്നേ. അത് നമ്മുടെ ഇഷാമിന് കൊടുത്തിട്ട് പിന്നെ അവനിക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു തന്നില്ല. പിന്നെ അവിടെ തന്നെ വെച്ച് നമ്മുടെ ഫാം വില്ലയിൽ, ഓക്കെ, ചാവക്കാട്, നമ്മളെ അടുത്ത ടീമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഒരു പുതിയ ഒരെണ്ണത്തിനും കൂടി വാങ്ങിയിട്ടുണ്ട്, ചെറുത്. അതിനെ വലുതാക്കി എടുക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പോത്തിട്ട് ഉഷാറല്ലേ? അപ്പോൾ കുറേ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾ മാറിയിട്ടുണ്ട്. എടാ, വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ എപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലെല്ലാം ആയി പോകുന്നു, അതുപോലെ തല പോകുന്നു, കാല് പോകുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇല്യാസാണ്. ഇല്യാസിനെ വീഡിയോ ഏൽപ്പിച്ചിട്ടുണ്ട്. മിസറിന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല്യാസിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണേ. ഓക്കേ, അപ്പോൾ നമുക്ക് പിന്നെ കിങ് സ്നേക്കിനെ കാണാൻ വേണ്ടി പോവാം. അതിന് ഫീഡൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ മെക്സിക്കൻ കിങ് സ്നേക്ക്, ബ്ലാക്ക് കിങ് സ്നേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻക്ലോഷർ അടക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതടക്കം കാണിച്ചു തരാം. അതുപോലെ ക്ലൈമറ്റ് ഭയങ്കര ഒരു മൂടിയ കാലാവസ്ഥ അല്ലേ? പിന്നെ എന്താ പറയുക, ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല, നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മെക്സിക്കൻ കിങ് സ്നേക്കിനെ കാണിക്കാൻ വേണ്ടി പോന്നേ. തുറക്കുമ്പോൾ തന്നെ അത് കയറിയിട്ട് പിടിച്ചേ. നമുക്ക് ഇവനൊന്ന് ഫീഡും കൊടുത്തു നോക്കട്ടാ. കുറച്ച് ഇങ്ങോട്ടൊന്ന് അതിൻ്റെ നല്ല ക്ലിയറിൽ കാണാം. നമ്മൾ എടുക്കുന്ന ഇത് നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ട് എടുത്തതല്ലേ, നമ്മുടെ ഒരു ഫ്രണ്ട് ത്രൂ എടുത്തതാണ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് വിചാരിച്ചു. അത്യാവശ്യമല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം വിചാരിച്ചിന്. പക്ഷേ നന്ന ചെറുതായിപ്പോയി. അതേപോലെ ഇവരുടെ ഹെഡ് കാണാൻ നല്ല രസമാണ്. എന്താ ശരിക്കും ഹെഡാണോ എന്നൊന്നും മനസ്സിലാവില്ല, അത്രയും ഫുള്ള് ഒരേപോലെ തന്നെ പൈപ്പെല്ലാം റൗണ്ട് ചെയ്ത പോലെയാണ്. കണ്ടാ? അതുപോലെ ഇതിനെന്തിനാ ഇപ്പോൾ ഫീഡ് ചെയ്യുക? നമ്മൾ ഇതിന് ശരിക്കും പിങ്കീസിനെ കൊടുക്കുന്നുട്ടാണ്, നമ്മുടെ മൈസിൻ്റെ ചെറിയ ബേബീസിനെ ഇവർക്ക് കൊടുക്കുന്നത്. ഇനി ഇവർ സൈസ് ആകുന്നതിനനുസരിച്ച് നമ്മൾ ഫീഡിൻ്റെ സൈസും കൂട്ടി കൊണ്ടുവരും. ഇത് സ്നേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകും കേട്ടോ. പൈത്തണല്ലോ, പൈത്തണാകുമ്പോൾ സ്ലോലേ പോവുള്ളൂ. പക്ഷേ നല്ല ടൈംഡാണ്. നമുക്കിങ്ങനെ തൊട്ട് എപ്പോഴും എടുത്ത് കളിക്കുന്നതുകൊണ്ടാണ് അത് ഓടാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ. ചെറിയ മഴയെല്ലാം തട്ടുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതുപോലെ നമ്മൾ ഈ പിന്നെ ഇതിനൊന്നും നമുക്ക് ഫീഡ് ചെയ്യുന്ന കാണിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു സംഭവം കാണിച്ചിട്ടില്ല. നമ്മുടെ താറാവില്ലേ, വിഗോവട്ടക്കലും അത്യാവശ്യം സൈസ് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്യാവശ്യം നമ്മളെ കൃഷിയും കാര്യങ്ങളെല്ലാം ഈ ഏരിയയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മളെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗമാണ് ഈ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ടാങ്കും കാര്യങ്ങളും. ഇവനൊരു കുഞ്ഞാണ്, നമ്മുടെ ക്രസ്റ്റഡ് ഡക്കിൻ്റെ കുട്ടി. ആദ്യം ക്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതാ ക്രസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഇവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടബ് നമ്മൾ പിന്നെ വാട്ടർ ടാങ്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആയിക്കൊടുത്തതാണേ. ഇവിടെ നമ്മളെ കോഴിയും താറാവും ഗൂസും. ഈ ഗൂസിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗൂസിനെ നമ്മളൊരു പരിക്ക് പറ്റിയ നിലയിൽ നമ്മൾ അടുത്തുള്ള ഒരാൾക്ക് കിട്ടിയിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്ത് ആളിപ്പോൾ സെറ്റായി, എല്ലാം അടിപൊളിയായി. ഇപ്പോൾ ഇവിടുത്തെ രാജാവാണ്, നമ്മൾ ഈ ഭാഗം ഹാൻഡിൽ ചെയ്യുന്നത് ഓനാണ്. അതുപോലെ രാത്രി കൂട്ടിലാക്കൂ. രാത്രി ഇവിടെ മാംബോ അല്ലെങ്കിൽ കിമ്മിച്ച്, ഈ രണ്ടാളാണ് ഇവിടെ ഉണ്ടാകും കേട്ടോ. ഈ സെക്ഷനിൽ ഓരോ ഓരോരാളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കന്നാസിന് ട്രീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് ഉണ്ട്. അപ്പോൾ കന്നാസിനെ നമ്മൾ വളരെ നിർത്തിക്കാൻ നോക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ആ കേജിലുള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്തോണ്ടാണ് കന്നാസിന് ട്രീറ്റ് കൊടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കന്നാസിന് ട്രീറ്റ് കൊടുക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതണ്ട നമ്മളിപ്പോൾ ഒരു പിങ്കീസിന് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പിങ്കീസിന് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മെക്സിക്കൻ കിങ് സ്നേക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് ഡയറക്റ്റ് ഒന്ന് ഫീഡ് ചെയ്യിച്ച് നോക്കാം. നമ്മൾ കയ്യിൽ നിന്ന് തന്നെ ഫുഡ് എടുത്ത് കൊടുത്ത് നോക്കാം, അങ്ങനെ ഉണ്ട്, എങ്ങനെ എടുക്കാമെന്നുള്ളതൊന്ന് നമുക്കറിയാലോ.
എടുക്കൂലേ? എടുക്കേണ്ടതാണല്ല, മനസ്സിലായി. അയ്യോ, കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് നോർമലി. ഇത് നമ്മൾ എടുത്ത് കുറേ നേരം നടന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ. എന്നാലൊന്ന് നോക്കി നോക്കാം അല്ലേ? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന. ചില ആൾക്കാർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ക്രൂരമായിട്ടൊക്കെ തോന്നും. പിന്നെ ഈ മൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് മൈസ് എന്ന് പറയുന്ന ഒരു പ്രസവത്തിൽ തന്നെ ഏകദേശം ഒരു 15 പീസൊക്കെ ഉണ്ടാവും ചെയ്യും. അതേപോലെ തന്നെ അയ്യോ, അപ്പോൾ അത്രയും എണ്ണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത്രയും എണ്ണം ബ്രീഡ് ചെയ്യിപ്പിക്കുന്നില്ലേ? അപ്പം ബ്രീഡ് ചെയ്ത് ഒരുപാടാവട്ടെ. ഇതിങ്ങനെ ഫീഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, കോഴിനെല്ലാം നമ്മൾ കഴിക്കുന്ന പോലെ അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫീഡ് കൊടുത്ത് ഒഴിവാക്കിയും വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ആ ആ ഇവൻ അനങ്ങുന്നില്ല. ഈ പിങ്കീസും കണക്ക് തന്നെ എടുക്കൂലേ? രണ്ടാൾ ഫ്രണ്ട്സായല്ല. ചിലപ്പോൾ ഇതേപോലത്തെ രണ്ടാൾ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസെല്ലാം എടുത്തിട്ട് പിന്നെ ഭയങ്കരമായ മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണാൻ എടുക്ക് ഒരു ഭയങ്കര ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് യോഗ ഉണ്ട്. ഇവന് വലുതാവാനുള്ള യോഗ ഉണ്ട് തോന്നുന്നു. ഇനി ഇവനെ കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയെങ്കിൽ ഇവനെ വളർത്താൻ വേണ്ടി നമുക്ക് വെക്കാം അല്ലേ? ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാ കഴിക്കും. ഇതാ വീഡിയോ വീണ്ടും പോയി. കൈൻ്റെ അടുത്തേക്കാണ് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്താം. ഇത് നമ്മുടെ ഇത് കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് കന്നാസിന് ട്രീറ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അതാ അപ്പം നമ്മുടെ കന്നാസ് കുട്ടൻ എത്തിയിട്ടുണ്ടേ. ആ ഇരിക്കടാ, ആടെ ഇരിക്കും. ഭയങ്കര ക്ഷമ കുറവാണ്. ഇപ്പോൾ ചാടിക്ക്. നോ വെയിറ്റ് നോ സിറ്റ്. ഒരു കളിയും വേണ്ടേ. ആ അനങ്ങാണ്ടിരുന്നാലേ തരൂ. എല്ലാവർക്കും ഒരു നോ വെയിറ്റ് സിറ്റ്. എല്ലാവർക്കും ഒരു ട്രീറ്റേ കൊടുത്തില്ലെങ്കിൽ നോ. ആടിരുന്ന് കണ്ടാ മേത്തഴുക്കാക്കി അടിയാ നിൽക്കി അടി. വഴക്ക് പറഞ്ഞാണ്ടല്ലോ ഒരു മൂലക്ക് പറ്റിയിട്ട് ഇരുത്തുണ്ട്. നോ എടുത്തുതരേ. വെയിറ്റ് ചെയ്യണം. നോ വെയിറ്റ് അതിനെ നോ ഇരിക്കും. സിറ്റ്. ഗുഡ്. വെയിറ്റ് ഗുഡ് ബോയ്. ശരി, ആയ നാടൻ പട്ടീൻ്റെ എല്ലാ കളിയും കളിക്കുക. ഒരു സാധനം കൊടുത്താണ്ടല്ലോ ഒറ്റ ഓട്ടം എടുത്തിട്ട്. കന്നസ് ബേബി അപ്പ്. ഗുഡ് ബോയ്. എത്ര വയസ്സായി കന്നാസിനിപ്പോൾ? 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 4 വയസ്സായി കന്നാസിന്. ഇപ്പം ചെറിയ പീച്ചാളി ഡോഗാണ്. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസിൽ വന്ന ഒരു കമൻറ്റാണ് റാബിറ്റിനെ കാണണമെന്ന് അല്ലേ? റാബിറ്റിനെ കാണണമെന്നില്ല കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. റാബിറ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് സമയം കിട്ടിയിട്ടേ ഇല്ല ഈ ആഴ്ച. അപ്പോൾ ഈ പ്രാവശ്യം വൈകുന്നേരമായി. പിന്നെന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെ വന്ന് ആകെ പെട്ടുപോയി. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് തൽക്കാലം ഒന്നെ നൈറ്റ് വീഡിയോ എടുക്കാമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. പക്ഷേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാത്രി വേറെ പോകാനുണ്ട്. അപ്പോൾ ഒന്നും എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നൈറ്റ് വീഡിയോ ചെയ്യട്ടോ. ആരും ഒന്നും പറയരുത്. ഇത് ആരോ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഒന്നും ചെയ്യൂല എന്നുള്ളത്. സംഭവം അതേപോലെ തന്നെ ആയി. അങ്ങനെ പ്ലാൻ ചെയ്തതല്ല കേട്ടോ. ഓക്കെ, എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് നൈറ്റ് വീഡിയോ നൊക്ടോണൽ ആനിമൽസിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളിലും അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലേ? നമുക്ക് കന്നാസിന് ഈടെ തുറന്നു വിടട്ടെ. ഈടുന്ന് ചാടി പുറത്തേക്ക് വേണ്ട. ഇപ്പോൾ പുറത്തെല്ലാം ആൾക്കാരുണ്ട്. ആ ഫെൻസിങ് വരെ ചാടിക്കിടക്കും. ഈ കമ്പി ടച്ച് ചെയ്തിട്ട് ഒറ്റ ചാട്ടാണ് പുറത്തേക്ക്. അത്രയും ഹൈറ്റിൽ ചാടും കേട്ടോ. ശരിയായ പ്രേരി ഡോഗാണ്. അല്ല പ്രേരി ഡോഗ് എന്ന് പറയുന്നത് പ്രേരി ഡോഗി നമ്മുടെ പ്രേരി ഡോഗല്ല. പ്രേരി ഡോഗിനെ ശരിക്കും ഒരു 10-15 ദിവസം മിസ്സായി. എന്ന് പറഞ്ഞാൽ കുഴി എടുത്തിട്ട് അകത്തോട്ട് പോയിട്ട് നോ വെയിറ്റ് അപ്പ്. ഗുഡ്. നഖം മുറിക്കാനായിന്നല്ലേ? നഖം കട്ടേനാ? ഇല്ലില്ല.
എന്നാലും കുറേ വളർന്നിട്ടുണ്ട്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കൂടി പോവാ. ഗെരിൻ ഗോ ഗെരിൻ എന്നാ പറഞ്ഞാലും കേൾക്കൂ. എല്ലാം നമ്മളെ മുന്നിന്ന് ഭയങ്കര അനുസരണം എന്നിട്ട് ഒരു പ്രശ്നവുമില്ല. എന്നാടാ കൊണ്ടാക്കി. പക്ഷെ നമ്മളില്ലാത്തവരുണ്ടല്ലോ വേറെ ലെവല് അഴുക ചെറുക്കൻ. വാ നമുക്ക് മുയലിനെ കാണാൻ വേണ്ടി പോവാം. നമ്മൾ റാബിറ്റിനെ കാണാൻ പോകുന്നതിന് മുന്നേ പോകുന്ന വഴിക്കൊരു കാഴ്ച ഉണ്ടേ. ഇവരുടെ വയറ് നോക്കിയേ. എല്ലാവരും കാണുമ്പോൾ ഗർഭിണിനെ പോലില്ലേ. ഇത് ഇവർക്ക് നമ്മൾ ഈവനിങ് ആണ് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. എന്താണെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ താഴത്തിരിക്കും. അപ്പോൾ വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം മാത്രമേ ഇപ്പോൾ ഫീഡ് ചെയ്യാറുള്ളൂ. ഫീഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടാ. ഹെവി ഫീഡിങ് ആണ് കേട്ടാ. അതേപോലെ നമ്മൾ പാരറ്റ് ഫിഷും എല്ലാം നല്ല സെറ്റായിട്ടുണ്ടേ. എല്ലാത്തിനും നല്ല കളർ വന്നില്ലേ. അതേപോലെ നമ്മുടെ കിങ്, അതേപോലെ നമ്മുടെ സ്ക്വിറലിനൊക്കെ ഉണ്ടാ. സ്ക്വിറൽ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞെല്ലാം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറേ ആളായി അത്. നമ്മുടെ റാബിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഏരിയ കാണുന്നത് ഇതാണ്. ഞാൻ നേരത്തെ മൈസിൻ്റെ കുട്ടികളെ പറഞ്ഞത്. മൈസിൻ്റെ റാറ്റിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവും. നോക്കിയാൽ ഓരോ കൂട്ടിൽ എത്ര അതിപ്പോൾ പ്രസവിക്കാനായിട്ടേ ഉള്ളൂ. ഇതണ്ട പ്രസവിച്ച കുട്ടികളെ നോക്കിയാൽ എത്ര എണ്ണം നോക്കിയാൽ. ഒറ്റ അമ്മൻ്റെ കുട്ടികളാണ് ഇത്. പക്ഷെ 16 പീസ് ഉണ്ട് എല്ലാം കൂടെ. എല്ലാ പാലും കൊടുക്കുന്നുണ്ടാ. നല്ല രീതിയിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടേ. എല്ലാത്തിനും ഇതുപോലെ കുട്ടികളുണ്ടാവും. ഇതിന് എത്ര കുട്ടികൾ? ഇതിന് കുട്ടി കുറവാണ്. 3, 6, 8 കുട്ടികളേ ഇല്ലു. 8 കുറവാണ്. ഇതാ വേറെ ഒന്നുണ്ടാ. ഇതിപ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി തന്നെ ഒരു മെയിലിന് ഇട്ട് കൊടുത്താന്ന്. ഒരു ഫീമെയിലിൻ്റെ കുട്ടികളാണ് നീ കാണുന്നത് മൊത്തം. കണ്ടാ എത്ര എണ്ണം നോക്കിയാൽ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 കുട്ടികളുണ്ട് ഇതിനകത്ത്. ഓരോ കൂട്ടിലും അങ്ങനെ കേട്ടാ. ഇത് ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ അത്രയും അധികം ബ്രീഡാകുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ കണ്ടത് റാറ്റിൻ്റെ കുട്ടികൾ, നമ്മുടെ ഹുഡ് റാറ്റ്, അതുപോലെ പിന്നെ ഡംബോ റാറ്റിൻ്റെ കുട്ടികളാണ് കണ്ടത്. ഡബീൻ്റെ അകത്ത് ചെറിയ പ്രസവിച്ച കുട്ടികൾ. അതേപോലെ മൈസിൻ്റെ കുട്ടികൾ ഇതാ ജസ്റ്റ് ഇപ്പഴും കാണിച്ചില്ല ഇതാ മൈസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാ. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരും. അതേപോലെ നമ്മൾ ഗിർബലിനൊക്കെ ഉണ്ടാകും. ഗിർബലിൽ കുറച്ച് റയർ ബ്രീഡാണ്. റയർ അങ്ങനെ റയറല്ല, മറ്റേ മൈസിനെല്ലാം അപേക്ഷിച്ചിട്ട് റയറാണ്. അതുപോലെ ഇതൊരു പൈഡാണ്, നല്ല രസമാണ്. 2 കളർ മിക്സ് ആയിട്ട് വരുന്നത്. ഇവരുടെ ബ്രീഡിങ് സ്റ്റോക്ക് ഇതാണ്. അതും ബ്രീഡാകാൻ തുടങ്ങി. കുട്ടികളെല്ലാം വലുതായി ബ്രീഡാകാൻ തുടങ്ങി കേട്ടോ. അതുപോലെ ഹാംസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഹാംസ്റ്ററിൽ ഇതാ ബ്രീഡായിട്ട് എടുക്കുന്നു. മേലിൽ കയറി പോകുന്നുണ്ടോ? എടാ അടുത്തേക്കാണ്. ഹാംസ്റ്റർ ഇപ്പോഴല്ലേ ഹാംസ്റ്റർ കാണിച്ചതാ. ഓക്കേ കണ്ടാ, ഇവനാണ് ക്രൂരൻ. നമ്മുടെ മറ്റേ കൈലാസാണ് എല്ലാത്തിനും ഫീഡ് കൊടുക്കുന്ന ആള്. അതുപോലെ നമ്മൾ അന്ന് പിന്നെ കട്ട് ചെയ്ത് ചെറുതായി നമ്മുടെ ഫുള്ള് രോമം ട്രിം ചെയ്ത അങ്കോറ റാബിറ്റിനെ നീ കാണുന്നത്. അങ്കോറ ട്രിം ചെയ്ത് ഇപ്പം അത്യാവശ്യം വളർന്ന് വന്ന് ഇതണ്ടാ കണ്ടാ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രോമം ഇങ്ങനെ വളർന്ന് വരും കേട്ടോ. നോക്കി ട്രിം ചെയ്ത് നിർത്തണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ഇടയ്ക്ക് വന്നവർക്കെല്ലാം കണ്ടിട്ടുണ്ടാവും ഫുള്ള് മറ്റേ സ്കിന്ന് മാത്രമായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ കംപ്ലീറ്റ് രോമം നമ്മൾ എടുത്തതാണ്. അതേപോലെ റാബിറ്റ് നമ്മുടെ കയ്യിലുള്ള അടുത്ത നമ്മുടെ മിനി റെക്സ്. ഭയങ്കര രസമാണ് തൊടാൻ. നമ്മൾ ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം ഇങ്ങനെ എടുത്തിട്ട് തൊടിപ്പിക്കലുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൈയെടുക്കാൻ തോന്നില്ല, അത്ര രസമാണ്. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ പെറ്റ് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തൊടണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടാ. മോർണിംഗ് വാ, ഇന്നൊന്ന് തൊട്ടോക്കിയേ, ഇങ്ങനെ തൊട്ടോക്കിയേ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇത് നമ്മൾ ഫീഡ് കൊടുക്കുന്ന ആൽഫ എന്ന് കേട്ടാ. ഒരു നേരം ആൽഫ കൊടുക്കും. പിന്നെ നമ്മുടെ മൊഞ്ചൻ, ഇവനെ കാണുമ്പോൾ എല്ലാവർക്കും പിന്നെ മണാലി ഓർമ്മ വരും. മണാലിയിൽ കാണുന്ന റാബിറ്റ് അങ്കോറ. എങ്ങനെയുണ്ട്?
ഐഷ് നല്ല കണ്ണിൻ്റെ കളറുണ്ടാ, ഇത് ഭംഗിയാ നോക്കിയ. എല്ലാത്തിനും നമ്മൾ സിംഗിളായിട്ട് ഇടുന്നതേ, എല്ലാത്തിനും ഈവനിങ് കൊടുക്കുന്ന ഈ ആൽഫാൽഫ തന്നെ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഡോർഫ് ഇത് പിന്നെ അത്രയും ഉണ്ടാവും, ചെറുതാണ് കേട്ടോ. എൻ്റെ തലയും ഇതെല്ലാം കാണാൻ നല്ല രസം, നല്ല ഉണ്ടക്കണ്ണും ചെറിയ ചെവിയും. താഴെ വിട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇതാ അതിൻ്റെ പ്രത്യേക ആംഗിളിലാണ് അതിൻ്റെ നൃത്തമൊക്കെ. എന്താ ചെറിയ ചെവിയും കുഞ്ഞാണ്, നല്ല രസമാണ്. ഇത് വലുതാണ്, പക്ഷേ ഇവൻ അത്രേ വളരുള്ളൂ. ഓക്കേ. പിന്നെ നമ്മുടെ 20 മണിക്കൂർ ഉറങ്ങുന്ന രാജാക്കന്മാരും ഉണ്ട് കേട്ടോ, ഉറങ്ങുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു, നമ്മളെ പറ്റിച്ചിട്ടാ, പ്രഗ്നൻ്റ് ഒന്നല്ല. അല്ല ഇല്ല. ഇതാണ് ഫെരറ്റ് കേട്ടാ. ഫെരറ്റിനിൽ കുറച്ചായല്ലേ കാണിച്ചിട്ട്. ഇവനാണ് നമ്മൾ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ട് പറ്റിച്ച ആള്. ഇവള് ഇത് 2 ഫീമെയിലോ. ഓക്കേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.